ഇതെന്നെ കടിച്ചിട്ടുള്ളതാ. ഇതെന്റെ മുട്ട്. ഡ്രിങ്ക്സ് യൂസ് ആക്കും. ഇടയ്ക്ക് സ്മെല്ല് ഉണ്ടാവും, അത് എനിക്കറിയുള്ളൂ. ഈ ഫോട്ടോ എന്റെ കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചെങ്കിൽ, ഞാൻ പ്രഗ്നന്റ് ആയപ്പോൾ ഉണ്ടായ ഇഷ്യൂ. ഉറങ്ങുന്നു, ഫ്രണ്ട് വിളിച്ച് ഫോണിൽ, ഞാൻ ഫോൺ കൊടുത്തു. ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഫോൺ കൊടുത്തതിന് തന്നെ തല്ലി. ഗർഭിണിയായപ്പം. റിഫ മരിച്ചതിന് പിന്നിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഒരിക്കലും ഇല്ല. റിഫ മരിക്കുന്ന സമയം ഞാൻ TV-യിലെ വീഡിയോ കാണും, ന്യൂസ് കാണുമ്പോൾ ഞാൻ ഒരാളുടെ ഭാര്യയാണ്. ആ സമയത്ത് എൻ്റെ ഫസ്റ്റ് ഹസ്ബൻഡിന്റെ ഭാര്യയാണ്. ആ സമയത്താണ് ഞാൻ ഈ ന്യൂസ് കാണുന്നത്. ആ സമയത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അതിനുശേഷം മരിച്ചൊരു 1 year ആഫ്റ്റർ ആണ് ഞാൻ മാനുവിനെ ആലുവ വെച്ച് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞൊരു 1 year കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാരേജും കഴിയുന്നത്. ഒരിക്കലും ഞാൻ റിഫ ഇരിക്കുമ്പോൾ ഞാൻ മാനുവായിട്ട് ഒരു ബന്ധത്തിൽ ഞാൻ ഉണ്ടായിട്ടില്ല. ഇന്ന് ഭാര്യ മരിച്ച് ഒരാൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിൽ ഒരു വ്യൂവിന് വേണ്ടിയിട്ട്, ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് മാത്രമായിരുന്നു. അതന്നെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഇപ്പോ ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്നതും ഫസ്മിനാക്ക് വീഡിയോ കിട്ടുന്നതൊക്കെ ഓരോ കോണ്ടന്റ് ആണ്. ഞാൻ ഇതുവരെ ഞാൻ വീഡിയോസ് ചെയ്താലും ഞാൻ ഒരാളെ നെഗറ്റീവ് പറഞ്ഞ്, ഞാൻ ഒരാളുടെ മാംസം തിന്നുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വന്നിട്ടില്ല. ഇപ്പൊ ഈ ഫസ്മീന എന്നെ അത്രക്കും വീഡിയോ ചെയ്യണോണ്ട് മാത്രമാണ് ഞാൻ ഫസ്മീനെ പറ്റിയും വീഡിയോ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അബദ്ധം പറ്റാം, 2 വട്ടം പറ്റാം. പക്ഷെ പറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും അബദ്ധമല്ല സഫ. ഞാൻ സെലക്ട് ചെയ്ത് തെറ്റിപ്പോയോ, മീൻസ് വീട്ടുകാരെ ധിക്കരിച്ചത് അവരുടെ കണ്ണീരിനുള്ളതാണോ ഞാൻ അനുഭവിക്കുന്നതിനുള്ള ചിന്ത വരാൻ തുടങ്ങി. ഗർഭിണിയായിട്ടും എനിക്ക് ഉപദ്രവം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടിയായിട്ട് വരെ അവസാനം ഉണ്ടായപ്പോഴാണ് എനിക്ക് വേണ്ടാന്നുള്ള മീൻസ് അത്ര ആയിട്ടുള്ളൂ, 2 വർഷം ആവുന്നുള്ളൂ. പിന്നെ കുട്ടിക്ക് വാപ്പയില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ മോനിക്ക് ആ ട്രോമ വന്നേ കൊണ്ടുള്ള ലൈഫ് മുന്നോട്ട് വേണമെന്നില്ല. വാപ്പയില്ലെങ്കിൽ അതവിടെ കഴിഞ്ഞു. ഞാൻ എൻ്റെ കൊച്ചിനെ പിടിച്ച് ഒക്കെ തിരുത്തിയിട്ടും എന്നെ ഈ ഒരു ഭാഗത്തിട്ട് ഫുള്ള് ഇടിച്ച്. എൻ്റെ ഈ കണ്ണിന്റെ സൈഡിൽ കരിവാളിപ്പുണ്ടായിരുന്നു തല്ലിയൻ്റെ. അതുപോലെ എൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് കട്ടിന്റെ സൈഡിൽ ഇടിച്ചതെന്നാ. അത്രക്കും ഞാൻ ഇതാക്കിയിട്ട് ഫോണ് മാനു എറിഞ്ഞു പൊട്ടിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് ബസ്സിൽ നിന്ന് താഴെ പോയിന്നാ. ഈ ഗർഭിണിയായിരിക്കുമ്പം ഇത്രയും ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലെ റിഫയെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ലേ? ആ ഒരു സമയത്ത് എന്താ അവസ്ഥ നമുക്കറിയില്ല. അതെന്താ നടന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. കാരണം ഇപ്പൊ ഞാൻ മിനിയാന്ന് കണ്ണൂര് മേനാസിന്റെയും റിഫാന്റെയും കേസ് നടന്ന സമയത്ത് റിഫാന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ ഞാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ അനുഭവം ഉണ്ടായിന്ന് അവരോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നേരിട്ട് പോയത്. എൻ്റെ കുട്ടിയായിട്ട് ഞാൻ രാത്രിയാണ് പോയത്. 2 മണിക്കാണ് ഞാൻ ട്രെയിൻ കയറി പോയത്. രാവിലെ അവിടെ ഒരു 10 മണിയാകുമ്പോഴേക്ക് എത്തണം. ഞാൻ റിഫാന്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ ഞാൻ അവിടെ പോയി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് റിഫ എന്നെ പോലെ ബോൾഡ് ആയിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഉണ്ടായേനെ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നിന്നേക്കണേ. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ